സ്റ്റേക്കേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ അധികം നാളായി ദുബായിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ദുബായിലൊക്കെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്ത് മൊത്തത്തിലൊന്ന് ദുബായ് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വരാമെന്ന് കരുതിയിട്ട് ഇങ്ങ് റാസൽ ഖൈമയിൽ നിന്ന് അങ്ങ് ദുബായ് വരെ പോവുകയാണ്. കുറച്ചധികം ടൈം എടുക്കുന്ന യാത്രയാണ് ഈ റാസൽ ഖൈമയിൽ നിന്ന് ദുബായ് വരെ പോകുന്നത്. നമ്മളധികം തിരക്കേടില്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ളൊരു റൂമാണ് എടുത്തത്. ഇത് എനിക്ക് തോന്നുന്നു ബർദുബായിലുള്ളൊരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ബിലോ 150 ദിറംസ് ആണ് ഈ റൂമിന് വന്നിരിക്കുന്നത്, ഇൻക്ലൂഡിങ് 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർത്തിട്ടാണ്. മൊത്തത്തിലൊരു ഇന്ത്യൻ ട്രഡീഷണൽ ആംബിയൻസിലാണ് ഈ ഒരു ഹോട്ടൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത എന്നാൽ ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമുള്ളൊരു ഹോട്ടലായിരുന്നു. ഹോട്ടൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം. നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. നമ്മൾ അഗോഡ ത്രൂ ആണ് ഈ ഒരു റൂം ബുക്ക് ചെയ്തത്. ഈ റൂം ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സുപ്പീരിയർ ഡീലക്സ് റൂമാണ് ബുക്ക് ചെയ്തത്. ബട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ റൂമിൻ്റെ കാറ്റഗറി വേറെന്തോ ഒരു പേരാണ് കാണിച്ചിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അഗോഡയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. കുറേ അധികം നേരം അവരുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. കാരണം എന്താണ്, ബിക്കോസ് നമ്മൾ ബുക്ക് ചെയ്ത റൂം സുപ്പീരിയർ ഡീലക്സ് ആണ്, പക്ഷേ കാണിക്കുന്നത് വേറെന്തോ കാറ്റഗറി. അങ്ങനെ പിന്നെ ഹോട്ടലിൽ വിളിക്കുന്നു, അഗോഡയെ വിളിക്കുന്നു. ഇവിടെ എത്തുന്നിടം വരെ നമ്മൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് 2 കസ്റ്റമർ കെയറിലും മാറി മാറി വിളിച്ചിട്ട് ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇതാണ്. ഇത് സുപ്പീരിയർ ഡീലക്സ് റൂമൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ട് അത്ര ഉറപ്പില്ല. ഇതൊരു നോർമൽ റൂമാണ്. ബാത്റൂമൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ആണ്, അല്ലാതെ ബാക്കിയൊക്കെ എല്ലാം ഓക്കെയാണ്. ബേസിക്കായിട്ട് വേണ്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റൂമിൽ. ദെൻ ഞാൻ പിന്നെ മിറർ കണ്ടാൽ വിടത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ മിററൊക്കെ നോക്കി എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കോപ്രായങ്ങളൊക്കെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ലാസ്റ്റ് കാണിച്ച ഷീൻ ഹോളിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇവിടെ ഒരു വലിയ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇവിടെ ഒരു കുട്ടി വാഷ് ബേസിൻ ഏരിയ. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ റൂമിലുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ അധികം നേരം നിൽക്കുന്നില്ല, ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോകണം. അപ്പം ജസ്റ്റ് ഓടി ഞാൻ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കബോർഡ്, ഫ്രിഡ്ജ്, അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ബ്ലാങ്കറ്റ്, പില്ലോ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഉണ്ട് അവിടെ ചാടി വീഴുന്ന ഒരാളാണ് ഞാൻ. ഈ ഓഫേഴ്സൊക്കെ കണ്ട് ചാടി വീഴുന്നതിന് മുമ്പ് അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ പണി വേണ്ടിയില്ലേ. അഗോഡ ത്രൂ ആണ് നമ്മൾ ഈ ഒരു റൂം ബുക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് കിട്ടിയത് വേറെ ഏതോ കാറ്റഗറിയിലുള്ളൊരു റൂം. സുപ്പീരിയർ ഡീലക്സ് റൂം വിചാരിച്ച് വന്ന് എനിക്ക് കിട്ടിയത് ഒരു നോർമൽ റൂം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. എനിവേ നല്ല തിരക്കേടില്ലാത്തൊരു റേറ്റിന് കിട്ടിയതുകൊണ്ട് നമ്മൾ അതൊക്കെ കൊണ്ടങ്ങ് സംതൃപ്തിപ്പെടാം. അപ്പോൾ ഓഫേഴ്സൊക്കെ കണ്ട് ചാടി വീഴുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു ഹോട്ടലിൽ സ്പായും റെസ്റ്റോറൻറ്റ്സും ബാറും പിന്നെ റൂഫ് ടോപ്പിലൊരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും അങ്ങോട്ട് പോയി നോക്കാൻ നിന്നില്ല. നമ്മൾ കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നൈറ്റ് ആയപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഷേഖ് സായിദ് റോഡിൽ കൂടെയാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഞാൻ ഈ റോഡിൽ കൂടെ പോയാലും ആരെങ്കിലും ഒരാൾ പറയും ഷേഖ് സായിദ് റോഡെത്തി. ബിക്കോസ് റോഡിൻ്റെ 2 സൈഡിലും അത്രയ്ക്ക് അടിപൊളി ബിൽഡിങ്സാണ് ഈ ഷേഖ് സായിദ് റോഡിലുള്ളത്. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം, പിന്നെ ബുർജ് ഖലീഫ. ഞാൻ ലാസ്റ്റ് ദുബായ് മോളിൽ വരുന്നത് എൻ്റെ സേവ് ദ ഡേറ്റ് എടുത്ത ടൈമിലാണ്. അതിനുശേഷം ഞാൻ ഇതുവരെ ദുബായ് മോളിൽ വന്നിട്ടില്ല. ഞാൻ ഇതുവരെ അതിനുശേഷം ദുബായ് മോളിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ പോകുന്ന വഴി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബായ് മോളിൽ ചെന്നാൽ നമുക്ക് ആ ഫൗണ്ടൻ ഷോ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ബിക്കോസ് എനിക്കറിയില്ലായിരുന്നു എപ്പോഴൊക്കെയാണ് ആ ഫൗണ്ടൻ ഷോ നടക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് പോവുകയാണ്. എനിക്കിഷ്ടമുള്ള പാട്ട് ചേട്ടന് ഇഷ്ടമല്ല, ചേട്ടന് ഇഷ്ടമുള്ള പാട്ട് എനിക്കിഷ്ടമല്ല. നമ്മുടെ 2 പേരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് 2 പേർക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോട് അങ്ങോട്ട് പോവാം. അപ്പം ദുബായ് മോളെത്തി.
ദുബായ് മോളിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഈ ഒരു മേഘ്ന ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കരാമയിൽ പോയി. ലാസ്റ്റ് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഈ ഒരു മേഘ്ന ബിരിയാണി കഴിച്ചത്. ഐ തിങ്ക് അത് 2023 അതുകൊണ്ട് ടേസ്റ്റൊക്കെ ഞാൻ പകുതിയും മറന്നുപോയി. അപ്പം നമ്മൾ മേഘ്ന ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ പോയി. രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടി പോയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ദുബായോട് ബൈ ബൈ പറഞ്ഞത് തിരിച്ച് റാസൽ ഖൈമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി സ്റ്റേക്കേഷൻ വിശേഷങ്ങൾ. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ബൈ ബൈ.